മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാം ഏറെ പ്രിയങ്കരിയായ നടിയാണ് റെബേക്ക സന്തോഷ്. വളരെ ചെറുപ്പത്തിൽ തന്നെ മിനി സ്ക്രീനിലേക്ക് അരങ്ങേറ്റം കുറിച്ച റെബേക്ക ഇന്ന് അറിയപ്പെടുന്നത് നടി തന്നെയാണ്. 2014 പുറത്തിറങ്ങുകയും അവാർഡുകൾ സ്വന്തമാക്കുകയും ചെയ്ത പരമ്പരയാണ് മിന്നാമിനുങ്ങ്. പരമ്പരയിൽ നായികയായത് നടി സുരഭി ലക്ഷ്മിയായിരുന്നു. ഈ സിനിമയിൽ സുരഭിയുടെ മകളായി എത്തിയത് റെബേക്ക സന്തോഷും. ഈ സിനിമയിലൂടെയാണ് റെബേക്ക കൂടുതലും ശ്രദ്ധ നേടുന്നത്. പിന്നീട് അഭിനയ ലോകത്തേക്ക് സജീവമായ റെബേക്ക പരമ്പരകളിലൂടെയാണ് അറിയപ്പെടാൻ തുടങ്ങിയത്. സ്നേഹക്കൂട്, നീർമാതളം, കസ്തൂരിമാൻ, മിഴി രണ്ടിനും തുടങ്ങി നിരവധി പരമ്പരകളിൽ റെബേക്ക അഭിനയിച്ചു. 1998 ജൂലൈ 26 താരം ജനിച്ചത്. തൃശ്ശൂരാണ് ജന്മസ്ഥലം. ജനിച്ചതും വളർന്നതും പഠിച്ചതുമെല്ലാം അവിടെ തന്നെയാണ്. 2021 താരത്തിൻ്റെ വിവാഹം. വളരെ ആർഭാടത്തോടെ സോഷ്യൽ മീഡിയയെല്ലാം ഏറ്റെടുത്ത വിവാഹമായിരുന്നു അന്ന് നടന്നത്. തൃശ്ശൂരിൽ വെച്ച് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം തുടർ പഠനത്തിന് ശേഷം കൊച്ചിയിലേക്ക് താരം പോയി. കൊച്ചി സെന്റ് തെരേസ കോളേജിൽ വെച്ചാണ് റെബേക്ക പഠനം പൂർത്തിയാക്കിയത്. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കസ്തൂരിമാൻ എന്ന പരമ്പരയിലൂടെ ഒരുപാട് ആരാധകരെ നേടിയെടുക്കാൻ റെബേക്കയ്ക്ക് സാധിച്ചു. ഈ പരമ്പരയിൽ കാവ്യ എന്ന നായിക കഥാപാത്രത്തെയാണ് റെബേക്ക സന്തോഷ് അഭിനയിച്ചത്. ആ പരമ്പരയിലൂടെ ലക്ഷക്കണക്കിന് ആരാധകരെയാണ് റെബേക്ക സന്തോഷ് സ്വന്തമാക്കിയത്. പിന്നീട് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കളിവീട് എന്ന പരമ്പരയിൽ നായികയായി എത്തി. അതിലെ കഥാപാത്രങ്ങൾക്ക് ലക്ഷക്കണക്കിന് ആരാധകരുണ്ടായിരുന്നു. കാവ്യയായിട്ടും പൂജയായിട്ടും മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പിന്നീട് റെബേക്ക പ്രിയങ്കരിയായി മാറി. ഇപ്പോൾ ചെമ്പനീർപ്പൂ പരമ്പരയിൽ നായിക കഥാപാത്രമായ രേവതി എന്ന കഥാപാത്രത്തെയാണ് റെബേക്ക അവതരിപ്പിക്കുന്നത്. റെബേക്ക സന്തോഷ് ചെമ്പനീർപ്പൂവിൽ നായികയായി വന്ന സമയത്ത് വലിയ രീതിയിൽ തന്നെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഗോമതി പ്രിയയായിരുന്നു ചെമ്പനീർപ്പൂ പരമ്പരയിൽ ആദ്യം രേവതിയെ അഭിനയിച്ചത്. രേവതിയായി ഗോമതി പ്രിയയും സച്ചിയായി അരുൺ ഒളിമ്പ്യനും വന്നതോടുകൂടി ആ കോംബോ ആരാധകർ ഏറ്റെടുക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് ഗോമതി പ്രിയ പരമ്പരയിൽ നിന്ന് പിന്മാറുകയും പകരം രേവതിയായി റെബേക്ക സന്തോഷ് എത്തുകയും ചെയ്തു. എന്നാൽ പിന്നീട് രേവതിയായി റെബേക്ക സന്തോഷ് വന്നപ്പോൾ അത് ആരാധകർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല.